ഞങ്ങൾ കഴിഞ്ഞ ഫാളിന് അവിടെ വന്നപ്പോൾ ഈ സൈഡ് കാണുന്നിടത്ത് ഫുള്ള് വെള്ളമായിരുന്നു, ചെറിയ റിവർ ഇതിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ഫ്രോസൺ ആയിട്ട് കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് ഫ്രോസൺ ആയി കിടക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളെന്നുള്ളത് അമേരിക്കയിലെ കൊളറാഡോ സ്റ്റേറ്റിലുള്ള ബ്രെക്കൻറിഡ്ജ് എന്ന് പറയുന്ന ചെറിയൊരു മൗണ്ടൻ ടൗണിലാണ്. ഇത് സീ ലെവലിൽ നിന്ന് 9600 ഫീറ്റ് ഹൈറ്റിലാണ് കിടക്കുന്നത്. ഡെൻവറിൽ നിന്ന് 80 മൈൽ ട്രാവൽ ചെയ്ത് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഡെൻവർ എന്ന് പറയാൻ കാരണം ഡെൻവർ കൊളറാഡോയുടെ സ്റ്റേറ്റ് ക്യാപിറ്റലാണ്, മാത്രമല്ല വലിയൊരു സിറ്റിയാണ്. ഇൻ്റർസ്റ്റേറ്റ് 70 ആണ് ഈ ഡെൻവറിനെയും ബ്രെക്കൻറിഡ്ജിനെയും കണക്ട് ചെയ്യുന്ന മെയിൻ ഹൈവേ. ഈ ഇൻ്റർസ്റ്റേറ്റ് 70 എന്ന് പറഞ്ഞാൽ ഒരു ഡ്രമാറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. കാരണം റോഡ് ഫുള്ള് ടണൽ, മൾട്ടിപ്പിൾ ടണലുകൾ, പിന്നെ വലിയ വലിയ മൗണ്ടനുകൾ, അങ്ങനെയൊക്കെയാണ് ഈ റോഡുള്ളത്. ഇവിടുത്തെ മെയിൻ ടണൽ എന്ന് പറയുന്നത് ഐസൻഹോവർ ടണലാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഐസൻഹോവർ ടണൽ. 1.6 മൈലാണ് ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. ഇതിന് ശരിക്കുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 1968 73 ഇപ്പോൾ അത് പണി കഴിഞ്ഞു, ഓപ്പണായി. പിന്നെയും കുറേ കഴിഞ്ഞ് 1975 ഈസ്റ്റ് ബൗണ്ടുള്ള ടണലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് 79 ആയപ്പം പണി കഴിഞ്ഞു, ഓപ്പണായി. ഈ ടണലിൻ്റെ കൺസ്ട്രക്ഷനായി ബന്ധപ്പെട്ട് കുറേ കൗതുകകരമായ സ്റ്റോറികളൊക്കെ ഉണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അമേരിക്കയിലെ ഈ ടണലുകളിലൊന്നും പെണ്ണുങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ആ കാലത്ത് വിചാരിച്ചിരുന്നത് പെണ്ണുങ്ങൾ ടണലിൽ വർക്ക് ചെയ്യുന്ന ടണലിനൊരു ബാഡ് ലക്ക് കൊണ്ടുവരും എന്നാണ് തോന്നലായിരുന്നു. ആ കാലത്തൊരു ജാനറ്റ് ബോൺബേ എന്ന് പറഞ്ഞൊരു ഏതൊരു പുള്ളിക്കാരത്തി കോടതിയിൽ പോയി പെർമിഷൻ വാങ്ങിയിട്ടാണ് അവർ ആദ്യമായിട്ടാണ് ഈ ഒരു പെണ്ണുങ്ങൾ ഈ അമേരിക്കയിലെ ടണലിൻ്റെ അകത്ത് വർക്ക് ചെയ്തത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മാസത്തെ കറണ്ട് ബില്ല് തന്നെ $70,000 ആണ്. എന്നാൽ അതിനുള്ള ലൈറ്റ്, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടെ റൺ ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെൻസ് ആണ്. ഞങ്ങളിന്നത്തെ ഫസ്റ്റ് വ്യൂ പോയിന്റ് ലേക്ക് ദില്ലനാണ്. ഇത് സീ ലെവലിൽ നിന്ന് 9000 ഫീറ്റ് ഹൈറ്റിലാണ് കിടക്കുന്നത്. ഇവിടെ എല്ലാവരും ഐസ് ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും ഇവിടെ വന്നിട്ട് ചെറിയ ടെൻ്റൊക്കെ അടിച്ചിട്ട് ടെൻ്റിലിരുന്നുകൊണ്ട് ഫിഷിങ് ചെയ്യാണ്. അവരെന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ ഫ്രീസായ ലേക്കിൻ്റെ മുകളിൽ നിന്നിട്ട് താഴോട്ട് ചെറിയ തുളയ്ക്കും. ആ ഹോളിൽ കൂടെ അവർ ഫിഷ് ചെയ്തുകൊണ്ടിരിക്കും. ഈ തണുപ്പ് കാലത്ത് ഇവിടെയുള്ളൊരു മെയിൻ വിനോദമാണ് ഐസ് ഫിഷിംഗ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ സഫയർ പോയിന്റ് ഓവർലുക്ക് ട്രെയിലാണ്. 0.2 മൈലാണ് വ്യൂ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇവിടെ വേറെ ആളൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ പാർക്കിംഗ് സ്പോട്ടിൽ ആകെ 2 കാറേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്ന് ഏർലി മോർണിംഗ് ആയതുകൊണ്ടായിരിക്കും വേറെ ആരും കാണുന്നില്ലെന്ന്. ഇവിടെയുള്ള ട്രെയിൽ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. നല്ലൊരു സൂപ്പർ വ്യൂ ആണ്. അവിടെ നടക്കാനുള്ള വ്യൂ തന്നെ, വഴി തന്നെ. ഇതാണ് വ്യൂ പോയിന്റ്. ഇതന്നെ, അതാണ് സംഭവം. സൂപ്പർ വ്യൂ. ഇങ്ങനത്തെ ട്രെയിനാണ് വേണ്ടതല്ലേ, ഫാമിലി ഫ്രണ്ട്ലി ആണ് ലേക്ക് ദില്ലൻ. ഈ താഴെ കാണുന്നതാണ് ലേക്ക് ദില്ലൻ. ഇത് ലേക്ക് ഫുള്ള് സ്നോ ലേക്ക് എന്ന് പറയേണ്ടി വരില്ല കുഞ്ഞാ. ലേക്ക് ഫുള്ള് സ്നോ ഫ്രോസൺ ആണ്. ഐസ് ലേക്ക് എന്താ പറയേണ്ടത്, കംപ്ലീറ്റ് ഐസാണ് ഇവിടെ ഫുള്ള്. ഈ വെള്ളത്തിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഈ റോക്കി മൗണ്ടനിലെ മഞ്ഞൊരുക്കി വരുന്ന വെള്ളമാണ്. ഈ റിസർവോയർ ഉണ്ടാക്കിയ ശേഷം പഴയ ദില്ലൻ ടൗൺ ഫുൾ വെള്ളത്തിനിടയിലായി. അവിടെ കുറച്ച് സ്കൂളുകളും വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം പുതിയ ദില്ലൻ ടൗണിലേക്ക് അവർ റീലൊക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ വെള്ളത്തിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡെൻവർ മെട്രോ ഏരിയയിൽ കുടിവെള്ളത്തിനാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ഈ വ്യൂ നോക്കിയിട്ട് എത്ര നിന്നാലും മതിയാകത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് പലതും കാണാനുണ്ട്, അത് ഞങ്ങൾ തിരിച്ചു നടന്നു. ഇവിടെ പലയിടത്തും പാർക്കിംഗ് ഒരു പ്രശ്നമാണ്. പക്ഷെ എല്ലായിടത്തും ഫ്രീ ഷട്ടിൽ കവേർഡാണ്. അവിടെ കുറേ പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്. നമുക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് ഫ്രീ ഷട്ടിൽ കയറിയിട്ട് സിറ്റി ഫുള്ള് കവർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ സൗത്ത് കൊണ്ടുള്ള പാർക്കിംഗ് ലോട്ട് ഉണ്ട്, അവിടെ കാറ് പാർക്ക് ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലാന്. എന്നിട്ട് അവിടുന്ന് ഷട്ടിൽ കയറി പോകാനാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. ഞങ്ങൾ ഈ സൗത്ത് കൊണ്ടോള പാർക്കിംഗ് ലോട്ടിൽ കാറ് പാർക്ക് ചെയ്തു. ഞങ്ങളെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്കീയിങ് റിസോർട്ടാണ്. ഞങ്ങളിപ്പോൾ ഗോണ്ടോള സ്റ്റേഷൻ്റെ നടക്കുകയാണ്. ഇവിടെ ഫുള്ള് എന്ന് പറയുന്ന സ്കീയിങ്ങിനുള്ള ആൾക്കാരാണ്. എവിടെ നോക്കിയാലും സ്കീയിങ്ങിനുള്ള ആൾക്കാരാണ്. ഞങ്ങൾ മാത്രം സ്കീയിങ് ഇല്ലാതെ വെറുതെ ഒന്നുമില്ലാണ്ട് വെറുതെ നടക്കുന്നു, സ്ഥലം കാണാൻ വേണ്ടി നടക്കുന്നു.
അവിടെ ഫ്രണ്ട് കാണുന്നത് ഈ ഗൊണ്ടോളക്കാട്ടുള്ള ലൈൻ കയറാൻ വേണ്ടിയുള്ള ലൈനാണ്. പണ്ട് ഇവിടുന്ന് ബസ്സായിരുന്നു സ്കീയിങ് റിസോർട്ടിലുള്ള ഓപ്ഷൻ. പിന്നെയാണ് ഇവിടെ ഗൊണ്ടോള സ്റ്റാർട്ട് ചെയ്തത്. അത് ഫ്രീ ആണ്. നമുക്കത് കയറിയിട്ട് സ്കീയിങ് റിസോർട്ടിലേക്ക് പോവാം. ഇവിടെ ക്യൂ നിൽക്കാണ്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ വിചാരിച്ചു കുറെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു, പക്ഷെ വെയിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫോർ എന്ന് പറയണേ. ഫോർ Number 95, please. ഞങ്ങൾ 4 പേരും ഗൊണ്ടോളയിൽ കയറി. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ അധികം വെയിറ്റ് ടൈം ഒന്നുമില്ല, കാരണം ഗൊണ്ടോള കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗൊണ്ടോള സ്റ്റാർട്ട് 2007 ഇതിനു മുന്നേ ആൾക്കാർ ഇങ്ങോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടായിരുന്നു. പിന്നെയാണ് അത് നിർത്തിയിട്ട് അവിടെ ഇവിടെയുള്ള സ്കൈയിങ് റിസോർട്ടും പിന്നെ ഗവൺമെൻറ്റും ചേർന്നിട്ട് ഇവിടെ ഗൊണ്ടോള സ്റ്റാർട്ട് ചെയ്തത്. കാരണം ട്രാഫിക് ഭയങ്കര കൂടുതലായിരുന്നു ഇതിന് മുന്നേ. ഈ ഗൊണ്ടോള വരുന്നതിന് മുന്നേ മോളോട്ട് കയറുന്നവർ കാരണം. ഞങ്ങളിപ്പോൾ ഉള്ളത് പീക്ക് 8 ഞങ്ങൾ ഗൊണ്ടോളയിൽ പീക്ക് 8 ഇറങ്ങി. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ലെവലുള്ള ആൾക്കാർക്കും വേണ്ടിയുള്ള സ്കീയിങ് റിസോർട്ട് ഉണ്ട്. പീക്ക് 8, പീക്ക് 9, പീക്ക് 7 എന്ന് പറഞ്ഞിട്ട്. ഗോണ്ടോളക്ക് 3 സ്റ്റോപ്പാണുള്ളത്. ഒന്ന് റെസിഡൻഷ്യൽ സ്റ്റോപ്പാണ്, പിന്നെ രണ്ടെണ്ണുള്ളത് പീക്ക് 7ഉം പീക്ക് 8ഉം ആണ്. ഞങ്ങൾ പീക്ക് 8 ഇറങ്ങി. ഇവിടെ പീക്ക് 8ഉം പീക്ക് 9ഉം മോസ്റ്റ്ലി ബിഗിനർ ടു ഇൻ്റർമീഡിയറ്റ് ആൾക്കാർക്ക് വേണ്ടിയുള്ള ഓപ്ഷനാണ്. പിന്നുള്ളത് പീക്ക് 6, പീക്ക് 7, പീക്ക് 10. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ പ്രൊഫഷണലുകാർക്ക് വേണ്ടി സ്കീ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ഇറങ്ങിയപ്പോൾ ഫുള്ള് ഒരു വൈബ്രൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. ഫുള്ള് പാട്ട്, പിന്നെ ഇവിടെ കുറേ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ടിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. മൈ എപ്പിക് മൊബൈൽ ആപ്പ് കയറി ടിക്കറ്റ് എടുക്കാൻ പറ്റും. ടിക്കറ്റ് റേറ്റ് കുറേ വാരിയിങ് ആണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ സീസൺ ആണ്. ഞങ്ങൾ ഇപ്പം പോയ കാലത്ത് ഞങ്ങൾ ടിക്കറ്റ് റേറ്റ് നോക്കിയപ്പോൾ 200 to 300 റേഞ്ചിലായിരുന്നു ടിക്കറ്റ് കിടന്നുകൊണ്ടിരുന്നത്. ഓഫ് സീസണിൽ ബിലോ 200 ടിക്കറ്റ് പോകാറൊക്കെ ഉണ്ട്. ഇവിടെ ഇറങ്ങിയ ശേഷം നിങ്ങൾക്ക് സൂപ്പർ ചെയർ ഉണ്ട്. ആ സൂപ്പർ ചെയർ കയറിയിട്ട് മുകളിലോട്ട് പോകും. എസ്പെഷ്യലി സ്കീ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് മുകളിൽ കയറാം. മുകളിൽ കയറിയിട്ട് അവിടെ തിരിച്ച് താഴോട്ട് സ്കീ ചെയ്ത് വരാം. ഒരു സൂപ്പർ ചെയർ 4 പേരൊക്കെയാണ് പോകുന്നത്. അതിന് സൂപ്പർ ലിഫ്റ്റ് എന്നും പറയാറുണ്ട്. അമേരിക്കയിൽ വൺ ഓഫ് ദി മോസ്റ്റ് വിസിറ്റഡ് സ്കീയിങ് റിസോർട്ടാണ് ഈ ബ്രെക്കൻറൺ സ്കീയിങ് റിസോർട്ട്. ഒരു കൊല്ലം ക്ലോസ് ടു 1.5 മില്യൺ ആൾക്കാരോട് വരാറുണ്ട്. റാങ്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഫസ്റ്റോ സെക്കൻഡോ ലെവലാണ് ഇത് കിടക്കുന്നത്. ഫസ്റ്റ് ചിലപ്പോൾ വെയിൽ സ്കീയിങ് റിസോർട്ടായിരിക്കും. സെക്കൻഡ് വരുന്നത് ഇതൊക്കെയാണ്. ഇവിടെ ക്ലോസ് ബൈ സ്റ്റേ ഉള്ള ഓപ്ഷനാണ് അത് ഗ്രാൻഡ് കൊളറാഡോ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ കാണാൻ പറ്റും. അവിടെ ടിക്കറ്റ് റേറ്റ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ കാണുന്ന ഒരു ഡെയിലി റേറ്റ് തന്നെ ഒരു $800 to $1,000 ഒരു ഡെയിലി അവിടെ പീക്ക് സീസണിലെ റേറ്റ് കാണുന്നത്. പക്ഷേ എൻ്റെ ഗുണം എന്താ വെച്ചാൽ ഞങ്ങൾ വളരെ അടുത്താണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ നല്ലൊരു മൗണ്ടൻ വ്യൂ, പിന്നെ സ്കീയിങ് റിസോർട്ടിൻ്റെ വ്യൂ ഒക്കെ അവിടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ റിസോർട്ടിൽ നിന്ന് സ്കീയിങ് റിസോർട്ട് ഔട്ട് ഇറങ്ങാണ്. പിള്ളേർ 2 പേരും വേറെ കൊണ്ടുനടക്കുക. ഞങ്ങൾ 2 പേര് മാത്രമേ ഇതിലേ ഉള്ളൂ. സ്വസ്ഥമായിട്ട് പോരാ ഫുഡല്ലാത്ത കാരണം. എക്സ്ക്ലൂസീവ്ലി ഫോർ us ഒക്കെ. അതിന് മോള് ഫുള്ള് സെറ്റപ്പാണ് സംഭവം കേട്ടോ. കംപ്ലീറ്റ് കയറി കഴിഞ്ഞാല് കുട്ടികളും അച്ഛനും അമ്മമാരും എല്ലാവരും കൂടി വന്നിട്ട് സ്കീ ആണ്. എനിക്ക് സ്കീ ചെയ്യണമെങ്കിൽ ആക്ച്വലി എക്സ്ട്രാ ടിക്കറ്റ് എടുത്തേ പറ്റും. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വെറുതെ റിസോർട്ട് കാണാന്നുള്ളതിലാണ് പോയത്. അതിന്റെ മുകളിൽ ആക്ച്വലി റെസ്റ്റോറൻറ്റ്, പിന്നെ സ്റ്റേ എല്ലാ ഓപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റേ എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്, എസ്പെഷ്യലി ക്ലോസ് ടു സ്കീയിങ് റിസോർട്ട് ആകുമ്പോൾ. നിങ്ങൾ ഇവിടെ താഴോട്ട് നോക്കിയാൽ ഇവിടെ താഴെ വലിയ വലിയ വീടുകൾ കാണാൻ പറ്റും. ഒക്കെ സെറ്റപ്പ് വീടുകളാണ്. ഇവിടെയൊക്കെ താമസിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ്, എസ്പെഷ്യലി ക്ലോസ് ടു മൗണ്ടൻ, പിന്നെ സ്കീയിങ് റിസോർട്ട്. മഞ്ഞുകാലത്ത് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഫീലിംഗ് ആയിരിക്കും ഇവിടെ. ആക്ച്വലി ഈ ബ്രെക്കൻറിഡ്ജിന്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 1856 ആ കാലത്ത് കൊളറാഡോ ഫുള്ളൊരു ഗോൾഡ് റഷ് കാലമായിരുന്നു. അപ്പം ആളുകൾ കുറെ കാലത്ത് 1856 ഒരു ഗോൾഡ് മൈനർ ഇവിടെ അടുത്തുള്ള ഒരു ബ്ലൂ റിവറിന്റെ അടുത്ത് സ്വർണം കണ്ടുപിടിച്ചു. അതിനുശേഷം ഈ പല ആളുകളും ഈ സ്വർണത്തിന് വേണ്ടി ഇങ്ങോട്ടുള്ള ഓട്ടമായിരുന്നു. പിന്നെ ഈ ബ്രെക്കൻറിഡ്ജ് ഒരു മൈനിങ് ടൗൺ ആയിട്ട് മാറി. പിന്നെ മൈനിങ് ടൗൺ ഒരു വൈൽഡ് വെസ്റ്റ് കൾച്ചർ ആയിരുന്നു ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആ കാലത്ത്. കുറെ സെലോൺ, പിന്നെ ഗാംബ്ലിംഗ് സെന്റേഴ്സ്,
പിന്നെ ഗൺ ഫൈറ്റിംഗ്, ഒരു വൈൽഡ് വെസ്റ്റ് കൾച്ചർ ആയിരുന്നു. പിന്നെ ഒരു അങ്ങനെ നമ്മുടെ ഫുൾ സെറ്റപ്പ് ഇവിടെ. ഒരു 1900 ആയപ്പോൾ ഇവിടെ സ്വർണം തീർന്നു. അതിനുശേഷം കുറെ കാലം ഇതൊരു ഗോസ്റ്റ് ടൗൺ ആയി മാറുന്നു. പിന്നെ 1950s 1960 ഒക്കെ ആയപ്പോഴാണ് ഇവിടുത്തെ ബ്രക്കൻറിഡ്ജ് സിറ്റി കൗൺസിൽ ഇവിടെ ഒരു സ്കീയിങ് റിസോർട്ട് തീരുമാനിച്ചത്. അതാണ് ആക്ച്വലി ബ്രക്കൻറിഡ്ജിന് തലവരെ തന്നെ മാറ്റിമറിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് ആളുകളുടെ ഒഴുക്കായിരുന്നു. ഇതൊരു അമേരിക്കയിലെ തന്നെ ഒരു ടോപ്പ് മോസ്റ്റ് സ്കീയിങ് റിസോർട്ടാണ് ഇപ്പോഴുള്ള ഈ ബ്രക്കൻറിഡ്ജ് റിസോർട്ട് എന്ന് പറയുന്നത്. ഗൊണ്ടുള്ള താഴെ കാണുന്നതാണ് സിറ്റി. അവിടെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തത്. ഇവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡും ബസ് ഷെൽട്ടറൊക്കെ ഉണ്ട്. ഞങ്ങൾ അടുത്ത സ്പോട്ട് റിവർ വാക്കാണ്. അവിടെ ഇൻ്റർനാഷണൽ ഐസ് സ്കൾപ്ചർ കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്കെല്ലാം വ്യൂ ചെയ്യാൻ പറ്റും. ഇൻ്റർനാഷണൽ ഐസ് സ്കൾപ്ചർ ചാമ്പ്യൻഷിപ്പ് ബ്രക്കൻറിഡ്ജ് ഒരു വേൾഡ് ഫേമസ് ഇവൻ്റാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ലേറ്റ് 1960 ഏർലി 1970 ഇനീഷ്യലി ഇതൊരു ലോക്കൽ ഇവൻ്റ് ആയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ലോകത്തിലെ പല രാജ്യങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയത്. ഈ കറണ്ട് ഇയറിലെ ചാമ്പ്യൻഷിപ്പിൽ 12 ടീം പങ്കെടുത്തു. അർജൻറ്റീന, ജർമ്മനി, ഫിൻലാൻഡ്, ഇന്ത്യ, ഇറ്റലി, ലിത്വാനിയ, മാൾട്ട, മംഗോളിയ, സൗത്ത് കൊറിയ, ഉക്രൈൻ, പിന്നെ US-ന്ന് 2 ടീമുകൾ. ഇക്കൊല്ലത്തെ ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ടീം സൗത്ത് കൊറിയക്കാണ്, സിൽവർ മംഗോളിയക്കാണ്. ഇത് ടീം ഇന്ത്യയുടെ ഐസ് സ്കൾപ്ചറാണ്. ഇവർക്ക് 3rd കിട്ടി. പക്ഷെ പീപ്പിൾസ് ചോയ്സ് അവാർഡിൽ ഇവർക്ക് ഫസ്റ്റാണ് കിട്ടിയത്. കാശ്മീരിൽ നിന്ന് ഒരാളാണ് ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അവരുടെ പേര് ഓർമ്മയുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിൽ 4 പേരുണ്ടായിരുന്നത്. കാശ്മീരിൽ നിന്നുള്ള ഒരു സഹൂറും പിന്നെ സുഹൈൽ മുഹമ്മദ്, പിന്നെ UP നിന്നുള്ളൊരു മൃദുൽ ഉപാധ്യായ്, കൂടാതെ ഒരു അമേരിക്കക്കാരനായ ഒരു മാച്ച് ഉണ്ടായിരുന്നു ടീമിൽ. ഈ കോമ്പറ്റീഷനിൽ ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡ് ടൂൾസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് വല്ല പവർ ടൂൾസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ ആർട്ടിസ്റ്റിനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 12 ഫീറ്റ് ഹൈറ്റ് ഉള്ള ഒരു 25 ടൺ ഹൈറ്റ് വെയിറ്റ് ഉള്ള ഒരു വലിയ ഐസിൻ്റെ ബ്ലോക്ക് കിട്ടും. ഈ ഐസിൻ്റെ ബ്ലോക്കിലാണ് അവർ ഫുള്ള് ഈ ശില്പം ഉണ്ടാക്കുന്നത്. നമുക്കൊരു ക്ലോസ് ടു 94 hours വരെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും ഇതിൽ മീൻസ് ഈ സ്കൾപ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പണി കഴിഞ്ഞ ശേഷമാണ് ആക്ച്വലി പബ്ലിക്കിന് ഇത് തുറന്നു കൊടുക്കുന്നത്. ഒരു ക്ലോസ് ടു 1 വീക്ക് അത് ഓപ്പൺ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവരത് എടുത്തു കളയാണ് ചെയ്യുന്നത്. അവർ രാത്രി ആകുമ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ലൈറ്റ് ഇട്ട് വെക്കും. മോർണിംഗിൽ ഡേ ലൈറ്റ് ആണല്ലോ, രാത്രി ആകുമ്പോൾ കംപ്ലീറ്റ് കളർഫുള്ളായിട്ട് രാത്രിത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ പ്രത്യേകം. ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് അതും കാണിക്കാവുന്നതാണ്. ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റ് മെയിൻ സ്ട്രീറ്റ് ബ്രക്കൻറിഡ്ജ് ആണ്. ഇത് വളരെ അടുത്താണ് ഈ റിവർ വാക്കിൽ നിന്ന്, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതാണ് 10 മൈൽ റേഞ്ച് മൗണ്ടൻസ്. പീക്ക് 8, പീക്ക് 9, പീക്ക് 10 ഒക്കെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത് നല്ലൊരു 1.5 വ്യൂ ആണ്, എസ്പെഷ്യലി മഞ്ഞ് മൂടി കിടക്കുന്ന ഈ മലകൾ കാണാമെന്ന് പറഞ്ഞാൽ. ഞങ്ങൾ കഴിഞ്ഞ ഫാളിന് അവിടെ വന്നപ്പോൾ ഈ സൈഡ് കാണുന്നിടത്ത് ഫുള്ള് വെള്ളമായിരുന്നു. ഒരു ചെറിയ റിവർ ഇതിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ഫ്രോസൺ ആയിട്ട് കണ്ടില്ല. ഇത് കംപ്ലീറ്റ് ഫ്രോസൺ ആയി കിടക്കുകയാണ്. അതൊരു റിവറായിരുന്നു അന്ന് വന്നപ്പോൾ. ഇവിടെ ഫുള്ള് പൂക്കളും ഇതൊക്കെയായിരുന്നു ഫാളിന് വന്നപ്പോൾ. പക്ഷെ ഇന്ന് വന്ന ഫുള്ള് സ്നോ, ഐസ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മെയിൻ സ്ട്രീറ്റിലേക്ക് കയറിയ ശേഷം അത് നോട്ടീസ് ചെയ്തൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ഓഫീസാണ്. ആർക്കും വല്ല പ്രോപ്പർട്ടിയും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചാൽ മതി. ഇതൊരു സെലൂണാണ്. സെലൂൺ എന്ന് പറഞ്ഞാൽ ഓൾഡ് സ്റ്റൈൽ ബാറാണ്. അമേരിക്കയിലെ ഈ വൈൽഡ് വെസ്റ്റ് കാലത്തൊക്കെ ബാറുകൾക്ക് സെലൂൺ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ മുമ്പ് തന്നെ കാണേണ്ട ഒരു ഓക്സിജൻ ബാറാണ്. ഇവിടെ എസ്പെഷ്യലി ഇവിടെ എലിവേഷൻ കുറച്ച് കൂടുതലാണ്. ആർക്കും വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഓക്സിജൻ സിലിണ്ടറൊക്കെ കിട്ടും. ഇവിടെ പറഞ്ഞാൽ എല്ലാ ബിൽഡിംഗ് ഉണ്ടല്ലോ ഒരു ഓൾഡ് വിക്ടോറിയൻ സ്റ്റൈൽ ആർക്കിടെക്ചറാണ്. പുതിയൊരു മോഡേൺ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുള്ള ഷോപ്പുകളൊന്നും ഇവിടെ കാണുന്നില്ല. മാത്രമല്ല അമേരിക്കയിൽ എവിടെ പോയാലും ഫാസ്റ്റ് ഫുഡായ മെക്ഡി, ബർഗർ കിങ്, പിസ്സ ഹട്ടെല്ലാം കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഷോപ്പുകളും ഇല്ല. എല്ലാം ഞങ്ങൾ കാണുന്ന ഒരു ഓൾഡ് സ്റ്റൈൽ ബിൽഡിങ്ങുകൾ, പിന്നെ പഴയ പഴയ റെസ്റ്റോറൻറ്റുകൾ. റെസ്റ്റോറൻറ്റ് ഓപ്ഷൻ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്. തായ്, ചൈനീസ്, പിന്നെ കൊളംബിയൻ, അമേരിക്കൻ സ്റ്റൈൽ, അങ്ങനെ ഏത് റെസ്റ്റോറൻറ്റ് ഓപ്ഷനും ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ 4 ഭാഗത്തും മലകളാണ്. വളരെ ഭംഗിയാണ് കാണാൻ. ശരി, മലകൾ എന്ന് പറഞ്ഞാൽ മലകളിൽ ഫുള്ള് ഐസ്, സ്നോ ആണ് കിടക്കുന്നത്. ഫുള്ള് വെള്ള കളറുള്ള സ്നോ മൂടി കിടക്കുന്ന മൗണ്ടൻസാണ് 4 ഭാഗത്തുള്ളത്.
ഇവിടെ ആരോ ഒരു പട്ടിക്കുട്ടിയുടെ ഐസ് സ്കൾപ്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പേരാണെന്ന് തോന്നുന്നു. ഇവിടെ ബോഗി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നല്ല കൊള്ളാവുന്നൊരു പേരാണ്. ഇങ്ങയുടെ കയ്യിലുള്ളത് ഗോൾഡ് നഗറ്റ്സ് ആണ്. ടോം ഗ്ലോബ്സിന് ഇവിടുന്ന് ഒരു ഗോൾഡൻ നഗറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു പാർക്കാണ് ഇവിടെ ഉള്ളത്. ഈ ഗോൾഡ് നഗറ്റ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഫോംഡ് ഗോൾഡ് ആണ്. നമ്മുടെ നോർമൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ 100% പ്യൂരിറ്റി ആണ്. ഇത് 100% ഇല്ല, 80% ഉള്ളൂ. 22 to 18 ക്യാരറ്റ് ഗോൾഡ് ആണ് ഈ ഗോൾഡ് നഗറ്റ്സിൽ യൂഷ്വലി വരുന്നത്. അത് നാച്ചുറലി ഫോംഡ് ആണ്. ഇതാണ് ടൗൺ സ്ക്വയർ മാള്. ഇവിടുത്തെ വലിയൊരു മാളാണ്. ഇവിടുത്തെ ഷോപ്പുകളിൽ മോസ്റ്റ്ലി കിട്ടുന്ന അധികം ലോക്കൽ ഗുഡ്സ്, പിന്നെ ലോക്കൽ ഉണ്ടാക്കിയ പല സ്വീറ്റ്സ്, ബേക്കറീസ് അതൊക്കെയാണുള്ളത്. പിന്നെ ക്ലോത്ത് ഷോപ്സ്, കുറേ ഐസ്ക്രീം ഷോപ്സൊക്കെ ഉണ്ട്. പിന്നെ അതിനുള്ളിൽ ബ്രക്കനഡ്സിൽ ഒരേ ഒരു ബുക്ക് സ്റ്റോൾ ഉള്ളത് ഈ മാളിലാണുള്ളത്. പലർക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് അതിനുള്ളിൽ. ഒരു ലോക്കൽ ഷോപ്സൊക്കെ ഉള്ളത്. അധികം ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ അതിനുള്ളിലില്ല. ഉള്ളത് അധികം ഒരു ഡൊമസ്റ്റിക് അല്ല ലോക്കൽ. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള ഒരു തായ് റെസ്റ്റോറൻറ്റ് കയറി. അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഭക്ഷണം എല്ലാം പെട്ടെന്ന് കിട്ടി. ഞങ്ങൾ കുറച്ച് ഷ്രിമ്പിൻ്റെ സുഷി, പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസ് എല്ലാം ഇവിടുന്ന് ഓർഡർ ചെയ്തു. ഭക്ഷണം എല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. സോ ദ സെർവിങ് എവരിതിങ് വാസ് ഗുഡ് ആക്ച്വലി. സോ വി റിയലി എൻജോയ്ഡ് ഇറ്റ്. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഗോൾഡ് പാൻ സലൂൺ കണ്ടത്. ഇത് അമേരിക്കയിലെ കണ്ടിന്യൂസ് റണ്ണിങ് ആയുള്ള ഒരു ഓൾഡസ്റ്റ് ബാറാണ്. ഇവിടുത്തെ ഇനീഷ്യലി ഒരു ടെൻ്റ് ആയിരുന്നു. 1864 ഉണ്ടാക്കിയത്. പിന്നെ കുറേ കഴിഞ്ഞപ്പം അതെല്ലാം മാറിയിട്ട് പ്രോപ്പർ ബിൽഡിംഗ് എല്ലാം വന്നു. ഇപ്പോഴും അത് റണ്ണിങ് ആണ്. അവിടെ ഒരു ചേച്ചി ഇരുന്നിട്ട് ബീഫ് ജെർക്കിയെല്ലാം വിൽക്കുന്നുണ്ട്. ഇവിടെയും കാണുന്ന ബിൽഡിംഗ് എല്ലാം എനിക്ക് വളരെ ഓൾഡ് സ്റ്റൈൽ, പ്രത്യേക ടൈപ്പാണ് ബിൽഡിങ്ങിലെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ആർക്കിടെക്ചറൊക്കെ ഡിഫറെൻ്റ് ആണ്. വേറെ എവിടെയും കാണുന്ന പോലെയല്ല, ഒരു ഓൾഡ്. ഇവിടെ 2 ചെറിയ കഴുതകളുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഈ കൊളറാഡോയിൽ ഗോൾഡ് റഷ് കാലത്ത് ഈ ചെറിയ കഴുതകളെ പലതും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ഓരോ എന്താ പറയുക ഷോപ്പും ബിൽഡിംഗ് കാണുമ്പോൾ വളരെ ക്യൂട്ട് ലുക്കാണ്. ഇതൊരു പ്രത്യേക സ്റ്റൈലാണ്. ഇതെല്ലാം കണ്ട് നടക്കാൻ തന്നെ പ്രത്യേക രസമാണ്. ഇവിടേക്കെല്ലാം പണ്ട് വന്നപ്പോൾ ഇവിടേക്ക് ഒരു ചെറിയ റിവറായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ ഫുള്ള് എല്ലാവരും കളിക്കുകയാണ്. ആ റിവർ എന്ന് പറഞ്ഞാൽ സ്നോ മൂടി കിടക്കുകയാണ്. അവിടെ ഒരു ഫേമസ് ഷോപ്പുണ്ട്, ക്രെപ്സ് അലാക്കാട്ട്. ഞങ്ങൾ വിചാരിച്ചു തൽക്കാലം അവിടെ എന്താ കഴിക്കാന്നുള്ളത്. ഇവിടെ ക്യൂ നിന്ന് നല്ല ക്യൂ ആണ് ആക്ച്വലി. അങ്ങനെ ഇവിടുന്ന് ക്രെപ്സ് എല്ലാം വാങ്ങിയിട്ട് ആ തീ കായുന്നിടത്ത് നിന്നിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ ക്യൂ ഒക്കെ ഉണ്ട്. പുള്ളിക്കാരൻ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ക്രെപ്പെല്ലാം ഓർഡർ ചെയ്തു. അവിടെ വെയിറ്റുകൊണ്ടിരിക്കുകയാണ്. ക്രെപ്പ് ഓർഡർ ചെയ്തു. അവിടുന്ന് ക്രെപ്പ് ഓർഡർ ചെയ്തു. ഒരു സ്ട്രോബെറി ഷോർട്ട് കേക്കും പിന്നെ ജർമ്മൻ സ്റ്റോറൽ. നമ്മുടെ ദോശ പോലെ ഉണ്ട്. ദോശയില് സ്ട്രോബെറി വെച്ചോളുണ്ട്. ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഐസക് ഹെർഡ്സ്റ്റോൺ ആണ്. ഇതൊരു സ്വീഡിഷ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയ ഒരു സ്റ്റാച്ചു ആണ്. ഇവിടെ ട്രോൾസ്റ്റിഗൻ എഴുതി വെച്ചിട്ടുണ്ട്. ട്രോൾസ്റ്റിഗൻ ഒരു സ്വീഡിഷ് നോർവേജിയൻ വേർഡാണ്. ഒരു ചെറിയ പാത്ത് ടു ദി ട്രോൾ. ഇതാണ് ഐസക്. ഇതൊരു മരം കൊണ്ടുണ്ടാക്കിയ ഫുള്ള് മരം കൊണ്ടുണ്ടാക്കിയ സ്റ്റാച്ചു ആണ്. ഒരു സ്വീഡിഷ് ശില്പിയാണ് ഇത് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയിട്ട് കുറേ കാലമായി. സോ ഇവിടെ കാണാൻ നല്ലൊരു ക്യൂ ആണ്. മെയിൻ ട്രെയിൽ ഹെഡ് എന്നൊരു ക്ലോസ് ടു എനിക്ക് കാർ പാർക്കിംഗ് .2 മൈൽസ് ഇങ്ങോട്ടുള്ള വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. ബ്രക്കനഡ്സിൽ ഒരു ആർട്ട് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പം രണ്ടാമത് പ്രോപ്പറായിട്ട് റീബിൽഡ് ചെയ്തിട്ട് ഈ ലൊക്കേഷനിലേക്ക് മാറിയത്. ഇതിന് ഈ പേര് വരാൻ കാരണം 3 ചെറിയ കുട്ടികൾ ആ കാലത്തൊരു സ്റ്റോൺ ഹാർട്ട് കൊണ്ട് കൊടുത്തു ഈ ആർട്ടിസ്റ്റിന്. ആ ആർട്ടിസ്റ്റ് അത് ഇതിൻ്റെ മേലെ പ്ലേസ് ചെയ്തു. അങ്ങനെയാണ് ഹാർട്ട് സ്റ്റോൺ എന്ന പേര് വന്നത്. ഐസക് ഹാർട്ട് സ്റ്റോൺ എന്ന പേര് വന്നത്. ഇത് കാണാൻ നല്ല ക്യൂ ആണ്. പലരും അവിടെ ക്യൂ ആയിട്ട് നിന്ന ശേഷം ഓരോരുത്തരായിട്ട് വന്നിട്ട് ഫോട്ടോ എടുത്ത് പോവാണ്. നല്ല രസമാണ് ഇരിക്കാൻ, നോക്കിയിരിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തുള്ളൊരു റെയിൽ റോഡ് മ്യൂസിയത്തിലേക്ക് നടന്നു. തൊട്ടടുത്ത് തന്നെയായിരുന്നു. അത് വലിയ ദൂരം ഉണ്ടായിരുന്നില്ല. ഓൺ ദ വേ നല്ല നല്ല ഭംഗിയുള്ള വീടൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് റെയിൽ റോഡ് മ്യൂസിയം. ഈ ബ്രക്കൻറിഡ്ജിൽ
ട്രെയിൻ വന്നത് 1882 അന്ന് ട്രാൻസ്പോർട്ടേഷനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രെയിൻ മാത്രമായിരുന്നു. ഇത് നാരോ ഗേജ് സ്റ്റീം എഞ്ചിനാണ് ആ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കാലത്ത് പല ഗുഡ്സ് പിന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ഉപയോഗിച്ചിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞ് 1930 ആയപ്പം അങ്ങോട്ടുള്ള ട്രെയിൻ സർവീസ് സ്റ്റോപ്പ് ചെയ്താൽ അങ്ങോട്ട് പ്രോപ്പർ റോഡും പിന്നെ കാറും ബസ്സെല്ലാം വന്ന ശേഷം അങ്ങോട്ടുള്ള ട്രെയിൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഈ കാണുന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റീം എഞ്ചിനാണ്, നമ്പർ 9 സ്റ്റീം എഞ്ചിൻ. ഇതിലൂടെ തന്നെ പണ്ട് ഓടിയൊരു ട്രെയിനിൻ്റെ എഞ്ചിനാണ്. ഈ കാണുന്ന ട്രാക്ക് പണ്ട് ട്രെയിൻ ഓടിയുന്ന ട്രാക്കാണ്, പക്ഷേ പിന്നെ ആ ട്രാക്കെല്ലാം അവർ എടുത്തു കളഞ്ഞു. സെയിം ട്രാക്കിലാണ് ഈ ട്രെയിനിൻ്റെ എഞ്ചിനെല്ലാം വെച്ചത്. ഈ പാർക്ക് ഇവിടെ ഇയർ അറൗണ്ട് ഓപ്പൺ ആണ്. വിൻ്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും ഒന്നും ക്ലോസ് ചെയ്യാറില്ല, ഫുൾ ടൈം ഓപ്പൺ ആണ്. പാർക്കിലേക്ക് കയറാനുള്ള പ്രത്യേകിച്ച് പൈസ ഒന്നും വേണ്ട, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. ഈ എഞ്ചിൻ്റെ മുമ്പിൽ ആക്ച്വലി ഞാൻ കണ്ടത് വിൻ്ററിൽ സ്നോ മൂവ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയോ പണ്ട് കാലത്തെ ആ ട്രെയിനിൻ്റെ എഞ്ചിനൊക്കെയാണെന്ന് തോന്നുന്നു ഡിസ്പ്ലേ ഒക്കെ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് ബോറിയസ് പാസ് റോഡ്. ഒരു വളരെ സിനിക്കായ ഹൈവേ ആണ്. ഇതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് കുറേ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലുകൾ പിന്നെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഈ ബോറിയസ് പാസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള വ്യൂ ഉണ്ട്. നല്ലൊരു സിനിക്കായുള്ളൊരു പ്രത്യേകതരം വ്യൂ ആയിരുന്നു. ഐസ് മൂടി കിടക്കുന്ന മഞ്ഞ് മൂടി കിടക്കുന്ന മലകൾ, പിന്നെ താഴെ തന്നെ ചെറിയ സിറ്റിയും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പണ്ട് കാലത്ത് ഈ ഗോൾഡ് മൈനിങ്ങിൻ്റെ കാലത്ത് ആൾക്കാർ വന്നപ്പം വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ മരങ്ങൾ വെറുതെ കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയത്. ആ കാലത്ത് സോമിൽ അധികം ഉണ്ടായിരുന്നില്ല. എനിക്ക് 1850 അവിടെ ഗോൾഡ് റഷ് തുടങ്ങിയത്. പിന്നെയാണ് കുറേ കാലം ഈ സോമിലൊക്കെ വന്നത് പ്രോപ്പർ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ മരങ്ങൾ കട്ട് ചെയ്തിട്ട് വുഡൻ ലോഗിന് പകരം പ്രോപ്പർ മരങ്ങൾ കട്ട് ചെയ്തിട്ട് വീടുണ്ടാക്കി തുടങ്ങിയത്. മാരിയം ലേക്ക് വിൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഇങ്ങനെ ഈർച്ചമില്ലായിരുന്നത്. ഇവിടെ ചെറിയൊരു വീട് പോലെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനൊക്കെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ആൾക്കാർ തിരക്കാണ്. രാവിലെ ഇങ്ങനെ ആയിരുന്നില്ല, രാവിലെ ഫുള്ള് ആള് വളരെ കുറവായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നില്ലേ. ഇപ്പൊ ഒന്ന് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ക്രൗഡഡ് ആണ് ഇവിടെ. ഈ രാത്രിത്തെ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു ഭയങ്കര വൈബ്രൻ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ. എവിടെ നോക്കിയാലും ആൾക്കാരെ തിരക്ക്. ഈ രാവിലെ കണ്ട് ഐസ് സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇട്ട കാരണം റെഡ് മഞ്ഞ പച്ചയെല്ലാം കളറിട്ടിട്ട് ഒരു പ്രത്യേക ഒരു ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. രാവിലെ നമ്മൾ ഇവിടെ അത്ര ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നോക്കിയാലും എന്ന് പറഞ്ഞാൽ നിറച്ചും ആളുകളാണ്. ഒരു കംപ്ലീറ്റ് ഒരു സെലിബ്രേഷൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കാണുന്നത്. ആളുകൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട്. എനിക്കൊന്ന് രാവിലെ ഈ സ്കീയിങ്ങിന് പോയവരൊക്കെ ഇപ്പോഴാണ് തിരിച്ചു വന്നത്. പലരും ഇത് കാണാൻ വേണ്ടി രാത്രി എത്തുന്നു. പിന്നെ പലരും രാത്രിത്തെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ കണ്ട പോലെ ഫീലിംഗ് അല്ല, അതൊരു ഭയങ്കര ഫീലിംഗാണ്. നമ്മുടെ ടീം ഇന്ത്യയുടെ കോൺ സ്കൾപ്ചർ സംഭവം സെറ്റപ്പാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നല്ല സെറ്റപ്പ് ഉണ്ടാക്കിയത്. അവർക്ക് ഫസ്റ്റ് തന്നെ കിട്ടേണ്ട എത്ര നന്നാക്കി ചെയ്തിട്ടുണ്ട്. ഈ മെയിൻ സ്ട്രീറ്റിൻ്റെ അവനെ കണ്ട പോലെയല്ല ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഫുള്ളി ഡെക്കറേറ്റഡ് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്തു. സ്റ്റാർട്ടിങ് ഫ്രം ലേക്ക് ഡില്ലൻ, അത് കഴിഞ്ഞ് സഫയർ പോയിൻറ്റ് ഓവർലോക്ക്, പിന്നെ സ്കീയിങ് റിസോർട്ട് പോയി. ആ സ്കീയിങ് റിസോർട്ട് ഇറങ്ങിയ ശേഷം മെയിൻ സ്ട്രീറ്റ് ബ്രക്കൻറിഡ്ജ്, ഒരു വിക്ടോറിയൻ സ്റ്റൈൽ മെയിൻ സ്ട്രീറ്റ്. അതും കഴിഞ്ഞ ശേഷം ഐസക് ഹാർഡ് സ്റ്റോൺ, അതൊരു പ്രത്യേക ഒരു സ്കൾപ്ചറായിരുന്നു. അതും കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം രാത്രി ഈ മെയിൻ സ്ട്രീറ്റ് രണ്ടാമത് വന്നപ്പോൾ ഒരു വൈബ്രൻറ്റ് മെയിൻ സ്ട്രീറ്റ് ഫുള്ളി ഡെക്കറേറ്റഡ് ആയിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഒരു സെലിബ്രേഷൻ എൻവയോൺമെൻ്റ് ആണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുള്ളി എൻജോയ് ചെയ്ത ട്രിപ്പാണിത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ.